വീട്ടിൽ നിന്ന് ഇത്ര പോകുന്നൊരു കബറ് പോയി കിടക്കണ്ടേ? ഞാനൊക്കെ പോയാല് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്നാ ചോദിച്ചറിയാം ആദ്യം. അങ്ങനെ പറഞ്ഞു, ഇത്ര വലിപ്പമുള്ളൊരു വീട്ടിൽ നിന്ന് ഇത്ര പോകുന്നൊരു കബറ് പോയി കിടക്കണ്ടേ? അപ്പോഴത്തന്നെ അയാൾ പകുതി തസൂഫായി. പിന്നെ രണ്ടാമത് ചോദിച്ചത് തുണിയൊന്ന് മേൽക്കെടുത്തൂടെ? അപ്പൊ അയാൾ കയറ്റി, ഇപ്പൊ സൂഫിയായി, ഇനി താടി ഒന്നാണ്ട് വെച്ചാൽ മതി. അങ്ങനെ 2 മിനിറ്റ് കൊണ്ടാണ് ഒരു മനുഷ്യനെ കയ്യിലെടുത്തിട്ട് തസോഫിനെ പൂ മണപ്പിച്ചിട്ട് ഉസ്താദ് ഇൽമിലിരുത്തുന്നത്. അയാൾ നീച്ചു പോകുമ്പോഴേക്ക് ടവലൊക്കെ കെട്ടി മട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഉസ്താദിന് പണി. ഞാന് ഒരു മാസം അദ്ദേഹത്തിനോട് എന്റെ എല്ലാ ഭാഷ എടുത്തിട്ട് പടപ്പാട്ട് പാടി പ്രസംഗിച്ചാലും അദ്ദേഹം അങ്ങനെ തന്നെ ഉണ്ടാവുമായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കണേ. അങ്ങനെയല്ല പറയണ്ടത്. പക്ഷെ ഇതൊന്നും നോക്കിയാൽ നെവറുകൊണ്ട് തെർബിയത്ത്, ഒന്ന് തൊട്ടാ തെർബിയത്ത്, ഒന്ന് ചിരിച്ചാ തെർബിയത്ത്. ഉസ്താദ് ഒന്ന് ചിരിച്ചാൽ അതിലൊരു അസ്മാഉൽ ഹുസ്ന ഉണ്ടാവും. ഉസ്താദ് ഒന്ന് തൊട്ടാൽ അതിലൊരു അസ്മാഉൽ ഹുസ്നന്റെ സുഗന്ധം ഉണ്ടാവും. ഉസ്താദ് ഒന്ന് സംസാരിച്ചാൽ അതിൽ മദീന പൂക്കും സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഉസ്താദിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയോ അത് വേസ്റ്റായി പോയിന്ന്, അത് വേണ്ടിണ്ടായിരുന്നില്ല എന്ന്? ചിലരൊക്കെ ചിലത് പറഞ്ഞാൽ അത് പിന്നെ ഒന്ന് സിദ്ക്കാക്കാൻ എത്ര വ്യാഖ്യാനിച്ച് ഉരുട്ടി ഉണ്ടാക്കണം നമ്മള്. ഉസ്താദിന്റെ ഏതെങ്കിലും ഒരു കൗല് സിദ്ക്കാക്കാൻ ലോകത്ത് 1 മിനിറ്റ് പ്രസംഗിച്ചിട്ട് വ്യാഖ്യാനിക്കാൻ ഞങ്ങൾക്കൊന്നും ആവശ്യം വന്നിട്ടില്ല. അത് പച്ചയിൽ പരസ്യ സിദ്ക്കായിരുന്നു മുഴുവനും. ഒരു മനുഷ്യൻ സിദ്ക്കിന്റെ കൗലിൽ നിന്നാൽ പിന്നെ ബാക്കി അല്ലാഹ് ഏറ്റെടുത്തതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ വിശ്വാസികളെ, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി സ്ഥിരപ്രതിഷ്ഠയോടുകൂടി ജീവിച്ചോ. പിന്നെ പറയുന്നു വഖൂലൂ ഖൗലൻ സദീദാ, നല്ലത് മാത്രം പറഞ്ഞു പഠിച്ചോ എന്ന് മുത്തഖീങ്ങളോട് പറയുകയാണ്. നല്ലത് പറയലും തഖ്വയിൽ പെട്ടതാണ്. നല്ലത് പറയലും തഖ്വയിൽപ്പെട്ടാണ്. പിന്നെ തഖ്വയിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് വഖൂലു ഖൗലൻ സദീദ എന്നുള്ള സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞു. കാരണം എന്താണ്? നാവ് ശ്രദ്ധിച്ചാൽ പിന്നെ അള്ളാഹു അവനെ ഉയർത്തും, ഉറപ്പാണ്. മലയാള മണ്ണിൽ ഇത്രമാത്രം നാവ് ശ്രദ്ധിച്ചിരുന്ന ഒരാളെ അക്കാലത്തോ അതിനുശേഷം ഉണ്ടായിരിക്കാം, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പരിചയമില്ല, ഉണ്ടായിരിക്കാം. ഇല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉസ്താദ് പൊരുത്തപ്പെടില്ല. അതുകൊണ്ടാ ഒരു സ്പേസ് അവിടെ വെച്ചത്. എന്റെ അനുഭവത്തിൽ ഇല്ല ഇത്രമാത്രം നാവ് ശ്രദ്ധിക്കുന്ന ഒരാള്. അല്ലയിലൊക്കെ ഞങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഈബത്തിന്റെ സമ്മർദ്ദമുള്ള ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉസ്താദിനല്ല, ആരെങ്കിലൊക്കെ ഈബത്ത് പറയാനുള്ള ഒരു തങ്ങളെ ഒരു സമ്മർദ്ദം വന്നാൽ ആ സാസക്ക് ഉസ്താദിന്റെ വരും, ഇരിക്കും അൽ ഫാത്തിഹ. എന്നിട്ട് പിന്നെ മൊയ്തീൻ ഷെയ്ഖും റിഫാൻ ഷെയ്ഖും അജ്മീർ ഖാജിയും ഷെയ്ഖ് ഈസ റഹിമഹുമുല്ലാഹ് റഹ്മത്തൻ വാസിഅ അവരുടെ പേരിലൊക്കെ ദുആയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 100 ഇസ്തിഗ്ഫാർ